ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് അഭിഷേക വിഘ്നത്തെക്കുറിച്ചാണ് ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നത്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ, കേകയ പുത്രി വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും, ദുർഗി ഭഗവതി ദുർഗതി നാശിനി ദുർഗതി നീക്കേ തുണച്ചിടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം, വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം, രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാം അവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ദര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന മരൻപാർ പറഞ്ഞോരനന്തരം, വാണിയം മന്ത്രി തൻവദനാന്തരെ വാണിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയം മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. മന്ദരെ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരി ിടുവാൻ, നാളികലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൊന്നറിയാതെ, ഏറിയോരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനി മാർക്കുലമൗലി മാണിക്യമേ. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ാനവും ചെയ്തു കേകയാപുത്രിയും. ചിത്രമായൊരു ചാമീകര നൂപുരം ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതീനില്ലൊരു അവകാശമേതും നിരൂപിച്ചാം. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക് നീ, അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും.
രാമനും കൗസല്യ ദേവിയേക്കാളെന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പു മമ നന്ദനൻ. ഇഷ്ടമല്ലാതൊരു വാക്കു പറകയിലൊട്ടുമേ ഭേദമവനില്ലൊരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂടേ നിനക്കെന്തു രാമങ്ങൾ നിന്നൊരു പേടിയുണ്ടാവാനവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ. കേകയാ പുത്രി തൻ വാക്കുകൾ കേട്ടള വാകുല ചേതസ പിന്നെയും ചൊല്ലിനാൾ. പാപേ മഹാഭയ കാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ. തൊൽപുത്രനായ ഭരതനെയം ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയം നൃപൻ. മാതുലനെ കാൺമതിനായച്ചതും ചേതസി കൽപ്പിച്ചു കൊണ്ടു തന്നെ ഇതം. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതു കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജ്യത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലും മാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സപ്തന്യജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലു മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ, ഉത്സാഹമുണ്ടു നിനക്കിങ്കിലിക്കാലം. തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരുപായവും പ്രാണസമേതവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുര യുദ്ധേ ദശരഥൻ തന്നിമിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യ സമം തേരിലേറിനാൻ. നിന്നോടു കൂടവേ വിണ്ണീലകം പൊക്കു സന്നദ്ധനായി ചെന്ന സൂരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നൂരദാക്ഷകീലം പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരങ്കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ. ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവർത്തനായൊരു ദശാന്തരെ. നിൻതൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തലേർമേനി പുണർന്നുടെ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിഞ്ചരീതം നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചു കൊണ്ടാലും നീ. ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൽ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തംഭവതി മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ പ്രാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭ പൂണ്ടൊരു കാർകുന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടി കൊണ്ടങ്ങണിന്നിഹ. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി. സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. മണ്ഡര ചൊന്ന പോലെ യതീനേതുമോരന്തരം കൂടാതെ ചെന്നു കൈകേയം. പഥ്യമിതൊക്കെ തനിക്ക്
കഴിക്കെന്നു കൽപ്പിച്ചു. ചിത്തമോഹേന കോപാലയം മേവിനാൾ കൈകേയി മന്ദരയോടു ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോവോളവം ഞാനിവിടെ കിടന്നിടുവൻ, അല്ലായിൽ പ്രാണനെ എങ്കളഞ്ഞിടുവൻ നിർണയം. രാജവചനം. ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതീനില്ല സംശയം. ഏതുമിതിനൊരിളക്കം വരായിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയം, ധീരനായേറ്റം ദയാനിധനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജാദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം, എങ്കിലോ രാജാ ദശരഥൻ ആദരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടു പറഞ്ഞുകൊണ്ടന്തപുരമകം പുക്കരുളിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ച് ദീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നു കൂടും വിധം മന്ദസ്മിതം ചെയ്തരികെ വരും പുരാം. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൾ, മന്ദമാകുന്നിതുന്മേഷം എൻ മാനസേ. ചൊല്ലുവിൻ ദാസികളെ ഭവസ്വാമിനി, കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചിതതിന്മൂലം ഏതോ മറിഞ്ഞില ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി. ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദമന്ദം തലോടി പ്രിയേ. സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ, നാദേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ. ചേതോ വിമോഹന രൂപേ ഗുണശീലേ, ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോട് ആരോരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡനെന്നാകിലും രാജവചനമൻ ദണ്ഡമെനിക്കതീനില്ല നിരൂപിച്ചാൾ. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പനവനെ ഞാൻ. അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേൻ എന്നും അവനെ ഞാൻ. വദ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ, വദ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ. നൂനം നിനക്കതീനം മമ ജീവനം, മാനിനി ഖേദിപ്പതീനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ, മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവാഹിതമിങ്ങനെ ഖേദിപ്പിയായകമാം വല്ലഭേ. ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ. കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു. മന്നവൻ തന്നോടു മന്ദമുരൾ ചെയ്താൾ, സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. വ്യർത്ഥമാക്കിയിടക സത്യത്തെ മന്നവാ.
എങ്കിലോ പണ്ടോ സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനിനാൽ സന്തുഷ്ട ചിത്തനായി അന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നും വീണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലിനാൻ വച്ചിരിക്കുന്ന ഭവാങ്കലതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിടുവാൻ ഭൂപതേ എന്നതിലൊന്നു രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിന് ഇന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷസി വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ വജ്രമേറ്റദ്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതു ഭൂപനം പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയോ ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ കിം കിമേതകൃതം ശങ്കരാ ദൈവമേ പങ്കജലോചനാ പരബ്രഹ്മമേ വ്യാഗ്രിയെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായി കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തേവം ഉര ചെയ്തു എന്തിവണ്ണം പറയുന്നതു ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ എന്നെയും കൗസല്യദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലെ രാമൻ പോകണമെന്നുണ്ടോ രാമനേതും ഭയം നിനക്കുണ്ടാകാ ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിടിനാൾ ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിടിനാൽ പങ്കജനേത്രനാരാമനുഷസ്സിനു ശങ്കാവിഹീനം വനത്തിനു പോകായിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നുള്ളൊരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപദേ വൃഥാ മിഥ്യയാക്കിയിടല കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖ സമുദ്രേ നിമഗ്നനായി സന്താപമോടു മോഹിച്ചു വീണിടിനാൻ പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമേതി രാമേതി പ്രലാപേന
യാമിനി പോയിതു വത്സര തുല്യയായി ചെന്നാരരുണോദയത്തിനു സാദരം. വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയ ശബ്ദേന സംഗീതഭേദങ്ങളെന്നിവറ്റിക്കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരം. ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാറവർകളും. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്നവൻ കൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടി തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാചീരതങ്ങൾ പദാദിയും. വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. ശ്രീബാലവൃദ്ധാവതി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ. നമ്മുടെ ജീവനാ രാമകുമാരനെ നിർമ്മല രത്നകിരീടമണിന്നതി രമ്യമകരായുധമണി കുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകാചതലോചന ഭംഗിയും പുണ്ടരീകാരാതിമണ്ഡല തുണ്ടവും ചന്ദ്രികാ സുന്ദര മന്ദസ്മിതാഭയം കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയം കന്ദരാരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറും മുധരവും സന്ധ്യാപ്രസന്നിഭ പീതാംബരാഭയം പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടുമൂരുകാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭാജാനുവും അംബോജബാണ നിഷങ്കാഭജംഘയും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജ തുല്യമാമംക്രീതലങ്ങളും ജംബാരിരത്നം തുഴും തിരുമേനിയും ഹാരകടകവലയാങ്കുല്യാദി ചാരുധാരാഭരണാവലിയും പൂണ്ടു വരണവീരൻ കഴുത്തിൽ തിറത്തൊടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ ധന്യുടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുത കാണായി വരുന്നു നമുക്കിനി എന്നിധം മാനസതാരിൽ കുതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേപത നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നു ചീർത്ത വിഷാദമോടൽ സുഖ്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്തു പാർത്താനന്ദപൂർണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാദരാൽ. അടുത്തത് പാരായണം ചെയ്യുന്നത് ഈ ചിന്നാഭിഷേകത്തെക്കുറിച്ചാണ്. എന്തൊരു മൂലമതീനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തപുരമകം പുക്കാനതിദ്രുതം രാജീവമിത്രഗോത്രോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാജയ ജയ.
ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുത്താനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു. പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ ചൊല്ലുക എന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതോ കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്ദൽ പ്രജാകര സേവയും ചെയ്കയാൽ അത്യന്തമാകുലനായിതു മന്നവൻ. രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനകർണ്യനാനിഹ രാജീവലോചനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യ സുതനോട് ചൊല്ലിനാൻ. താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടു കൂടവേ. സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതന്മരുവിടം. മന്ദിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്നിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്തായ സംഭ്രമാൻ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനം. രാമരാമേതി പറഞ്ഞു മോഹിപ്പിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ. താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തൻ്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങളതു കണ്ടനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൂക്കിതോ സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താത ദുഃഖത്തിനു. നേരെ പറവിന്നറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞിതു കേകയാപുത്രിയം. കാരണം താത ദുഃഖത്തിനു നീ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസി നീ നിരൂപിക്കിലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്തയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതോ. ചിത്തഹിതം നൃപതീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിൻ താതനാൽ സന്തുഷ്ടചേതസ. നിന്നാലെ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേൻ. നിന്നോടതോ പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതോ താതനറിയുക നീ. സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗ്യൻ ഭവാൻ.
പുംനാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്കയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്രസമുത്ഭവൻ എന്നതറിയുക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥീതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ? താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പനതിനില്ല സംശയം. മാനസേ ഖേദമതിനില്ലെനിക്കേദം രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കൽ ത്യാജമെന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പനറിയുക നീ. പാവകൻ തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യം മനജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്ന സജ്ജനം ഇത്തമെല്ലാം പരിജ്ഞാതം മയാതുന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയിയും രാമനോടാശു ചൊല്ലിടിനാളാധരാൽ. താതൻ നിനക്കഭിഷേകമാർത്തായുടൻ ആദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നത് എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതിനെന്തൊരു വൈഷമ്യമായതും ചെയ്ക അഭിഷേകം ഭരതനു ഞാനിനി. വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാനു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമാത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറുമമ്മയ്ക്കു മദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂർവം തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. കണ്ടില്ലേ, കാമുകനായൊരു രാജാതമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാം, അല്ലാകിലെന്നുടെ സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ രാഘവ. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദന? എന്നിത്തരം പല ജാതി പറകയും
കണ്ണുനീരാലോല വാർത്തു കരകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടേ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘുത്തമൻ ആശ്ലേഷനീതി വാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയകോവിദൻ തഥാ. എന്തിനെന്താതൻ വൃദ്ധൈവ ദുഃഖിക്കുന്നതെന്തൊരു ദണ്ഡമിതിഞ്ഞു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കും ശക്തി പോരായ്കയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാനരണ്യത്തിലും വാഴുവൻ. ഓർക്കിലെ രാജ്യഭാരം വഹിക്കുന്നത് സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത കർമ്മം മമ മാതാവിനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്നിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവാനതിനായി വരുന്നേനെന്നരുൾ ചെയ്തു. ദേവനും മാതൃഗേഹം പുക്കതു നേരം ധാർമ്മികയാകിയ മാതാസു സമ്മത. ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൾ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധിയുറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടീലേ ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നപ്പോൾ വന്നിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി നിറുകയും നന്നായി മുകർന്നു കുതൂഹല. ഇന്ദീവരദള ശ്യാമ കളേബരം മന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തെൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു ഭുജിപ്പതേനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമേ ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയാ പുത്രിയാമമ്മയ്ക്കു മൽപ്പിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതം മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ. ഇന്നു നീ കാനനത്തിനു പോയിടുകയും എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ഡകാര്യത്തിനാശു നീ പോകിൽ ഞാൻ. ദണ്ഡധരാലയത്തിനു പോയിടുവൻ പൈതലെ വേർപ്പ് വിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധിമതം. എന്തോ പിഴച്ചിതു കൈകേകിയോടു നീ ചിന്തിക്ക ഭൂപനോടൊങ്കുമാരാബല. താതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ടും ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചുരുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവവംശവും പിന്നെ മുടിഞ്ഞുവോ. തത്ര കൗസല്യ വചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയം. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം
രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരന്ത്രപാഹീനം ഷഡപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ളവരെയുമൊക്കവേ. അന്തകൻ വീട്ടിനയച്ചഭിഷേകമൊരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുമെൻ. ബന്ധമില്ലേതുമിതിന്നു ശോകിപ്പതിനന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതിനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതോ ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരോ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാം ദഗ്ധമമ്മാറു സൗമിത്രി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ലിംഗനം ചെയ്തു. സുന്ദരനിന്ദിര മന്ദിരാവത്സൻ ആനന്ദസ്വരൂപനിന്ദിര വിഗ്രഹൻ. ഇന്ദീവരാക്ഷനിന്ദ്രാദിവൃന്ദാരക വൃന്ദവന്ദ്യാംഗ്രി യുഗ്മാരവിന്ദൻ. പൂർണ്ണചന്ദ്രബിംബാനനനിന്ദുചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാരൂപമൻ. ഈ അധ്യായം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം ലക്ഷ്മണോപദേശം പാരായണം ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം.